വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കുളിക്കുക എന്നുള്ളതാണ്. ദിവസവും 2 നേരം നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് വരുന്ന ചർമ്മ രോഗങ്ങളായിട്ട് ചൂടുകുരു, അതുപോലെ അമിതമായിട്ട് വിയർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ഫംഗസ് ബാധ, ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ദിവസവും 2 നേരം കുളിക്കണം. അതുപോലെ എണ്ണ തേച്ചുള്ള കുളിയും വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ശീതവീര്യമുള്ള, നല്ല തണുപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള ചന്ദനാദി തൈലം, നാൽപ്പാമ്രാദി തൈലം, അതുപോലെ ഏലാദി വെളിച്ചെണ്ണ, ഏതെങ്കിലും അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഒന്ന് എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നമ്മുടെ ശരീരം തണുക്കാനും വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം ആറിക്കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ചർമ്മ രോഗങ്ങൾ ഒഴിവാക്കാനും നമ്മുടെ ശരീരം തണുപ്പിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന്റെ പേസ്റ്റ്, അതായത് ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞൾ അരച്ച ആ പേസ്റ്റ് ശരീരത്തിൽ പുരട്ടി ഒരു 10-20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതും അല്ലെങ്കിൽ കുളിക്കുന്നതും നമ്മുടെ ശരീരം പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളിൽ നിന്നും അതുപോലെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സും ശാന്തമായിട്ടിരിക്കണം. അല്ലെ, ശരീരം മാത്രം കുളിർന്നിരുന്നാൽ അല്ലെ ചൂട് കുറഞ്ഞാൽ പോരാ, ദേഷ്യം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ചൂടുകാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നവർ, അല്ലേ, ചൂട് കാരണമായിരിക്കും ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ പിത്തം കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്നത് തന്നെയാണ് ദേഷ്യം. അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, മനസ്സ് ശാന്തമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അമിതമായ ടെൻഷനും മാനസിക സമ്മർദ്ദവും പിരിമുറുക്കൊക്കെ വരുമ്പോഴാണല്ലോ ദേഷ്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇത് കുറയ്ക്കാനായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസുകൾ, യോഗിക് എക്സസൈസുകളൊക്കെ ചെയ്യാം. വേനൽക്കാലത്ത് അമിതമായിട്ട് വ്യായാമം ചെയ്യരുത് എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകളൊക്കെ. അപ്പോൾ യോഗ, അതായത് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ശീതളി, ശീത്കാരി എന്നീ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നല്ല തണുപ്പിക്കുന്ന രീതിയിലുള്ള കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസുകളാണ്. ഇവ ശീലിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഈ വേനൽക്കാലം അധികം ചുട്ടുപൊള്ളാതെ കുളിർമയോട് കൂടിയിരിക്കാൻ